Hi dear friends, welcome to the very first session of Knowledge Bite. Yes, അപ്പോൾ Knowledge Bite എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സെഷൻ്റെ ഏറ്റവും ഫസ്റ്റ് സെഷൻ ആണ് ഇന്നത്തെ സെഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാം നമ്മൾ ഈ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ നിന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും അതിൽ നിർബന്ധമായിട്ടും കാണുന്ന ഒരു പേപ്പറാണ് ലാംഗ്വേജ് പേപ്പർ, അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ. നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് കൊണ്ട് നമുക്ക് ബാങ്ക് എക്സാമിനേഷൻസിൻ്റെ കാര്യം സംസാരിക്കാം. യെസ്, അപ്പോൾ ബാങ്ക് എക്സാമിനേഷൻസിൽ നമുക്കറിയാം ഇംഗ്ലീഷ് പേപ്പർ മെയിൻസിലായാലും പ്രിലിമിനറിയിലായാലും ഉള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് പേപ്പർ. ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, അതേപോലെ പാരാ ജംബിൾസ് ഉണ്ടാവും, ചില സമയത്ത് ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബാങ്ക് ഇംഗ്ലീഷ് പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് വൊക്കാബുലറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വൊക്കാബുലറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് പ്ലെയിൻ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രേസസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രേസൽ വെർബിനെ ബേസ് ചെയ്തിട്ട് അതും അല്ലെങ്കിൽ എന്താ പറയുക വൺ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് റെഗുലറായി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡെയിലി 5 ഫ്രേസൽ വെർബ്സ് അല്ലെങ്കിൽ ഡെയിലി 5 വൺ വേർഡ്സ് 5 ഫ്രേസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അത്തരം സെഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് സമയക്കുറവും തിരക്കും കാരണം അത്തരം സെഷൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായി. നമ്മുടെ പോർഷൻസ് വേണ്ട പോലെ കവർ ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് അത്തരം സെഷൻസ് നമ്മൾ തൽക്കാലത്തിന് നിർത്തി വെച്ചേക്കുമായിരുന്നു. കുറച്ചധികം ഒരു വലിയൊരു ഗ്യാപ്പായി. അപ്പം ഞാൻ വിചാരിച്ചു, അതായത് നമ്മുടെ പോർഷൻസും നമുക്ക് എന്താ പറയുക കറക്റ്റായ രീതിയിൽ കവർ ചെയ്ത് ഇത്തരം കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെഷൻ അല്ലെ ആ ഒരു ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൈപ്പ് ഓഫ് സെഷൻ കൂടെ നമുക്ക് കണ്ടക്ട് ചെയ്ത് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഓക്കെ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നു. യെസ്, അപ്പോൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുക, നമുക്കറിയാം പ്ലെയിൻ വേർഡ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ ഏബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന സെഷൻസ് അല്ലേ. ആ സെഷനിൽ നമ്മൾ പ്ലെയിൻ വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ആ പ്ലെയിൻ വേർഡ്സിൻ്റെ മീനിങ്സ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ സിനണിംസും ആൻറ്റണിംസും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ആ ഒരു പാർട്ട് ഓഫ് സ്പീച്ച് എന്നുള്ള ആ ഒരു കാര്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു സെൻറ്റൻസിൽ നമ്മളത് യൂസ് ചെയ്യുമ്പം എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. അപ്പം നമുക്ക് പ്ലെയിൻ വേർഡ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ആൻസർ ചെയ്യാനുള്ള രീതിയിലുള്ള ആ ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിൽ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഫ്രേസസിനെ അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സിനെ അല്ലെങ്കിൽ വൺ വേർഡ്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അത്തരം ക്വസ്റ്റ്യൻസും ഈസിയായി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷനാണ് നോളജ് ബൈറ്റ്. അപ്പോൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഫ്രേസസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ചില ദിവസങ്ങളിൽ നമ്മൾ ഫ്രേസൽ വെർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ചില ദിവസങ്ങളിൽ നമ്മൾ വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പോൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മളൊരു ഫ്രേസ് ആയാലും ഫ്രേസൽ വെർബ് ആയാലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മീനിങ് നമ്മൾ നോക്കും. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അതിന് സിനണിംസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ആൻറ്റണിംസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. മനസ്സിലായല്ലോ? യെസ്, അപ്പോൾ എന്താണ് ഫ്രേസ് അല്ലെങ്കിൽ എന്താണ് ഫ്രേസൽ വെർബ്, അതും അല്ലെങ്കിൽ എന്താണ് ഈ വൺ വേർഡ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഡെയിലി ഫ്രേസൽ വേർബ്സ് അല്ലെങ്കിൽ ഡെയിലി വൺ വേർഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഡെയിലി ഫ്രേസസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. സോ റെഗുലറായി നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതറിയായിരിക്കും. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് നിങ്ങൾ ആ വീഡിയോസ് പോയി നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അതിൽ ഇതെന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണത് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് നോളജ് ബൈറ്റിൻ്റെ ഫസ്റ്റ് സെഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നോളജ് ബൈറ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രേസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. ദ
റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു സിമ്പിളായ ഒരു ഫ്രേസാണ്. ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. നമുക്കറിയാം ഫ്രേസ് അല്ലെങ്കിൽ ഇഡിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിറ്ററൽ മീനിങ് തന്നെ ആവണമെന്നില്ല അല്ലേ. നമ്മൾ ആ ഒരു ഫ്രേസിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഫ്രേസിൻ്റെ മീനിങ് പറയുമ്പം നമ്മൾ ഈ ഒരു വേർഡ്സിൻ്റെ മീനിങ് അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സെയിം മീനിങ് തന്നെ ആവണമെന്നില്ല ആ ഫ്രേസിൻ്റെ എക്സാക്റ്റ് മീനിങ്. സേ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്ന് പറയുമ്പോൾ മതിൽ, വാൾ എന്ന് പറഞ്ഞാൽ മതിൽ അല്ലെങ്കിൽ ഭിത്തിയാണ്. ഭിത്തിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, ഭിത്തിയിൽ എന്തോ എഴുതി കാണാം എന്നുള്ളൊരു മീനിങ്ങിലാണ്. അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് വേർഡ്സിൻ്റെ മീനിങ് അതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രേസ് നമ്മൾ എന്ത് മീനിങ്ങിലാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ യെസ്. അപ്പോൾ ഈ ഒരു ഫ്രേസ് നമ്മൾ എന്ത് മീനിങ്ങിലാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. There are clear signs that something unpleasant or unwelcome is going to happen. Something unpleasant or unwelcome is going to happen. സോ ഈ മീനിങ്ങിലാണ് നമ്മൾ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യണത്. എന്താണ് നമുക്ക് ആദ്യം മീനിങ്ങിൻ്റെ ഒരു മീനിങ് നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രേസിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. ദർ ആർ ക്ലിയർ സൈൻസ് അല്ലേ. സൈൻ SIGN എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ വെർബായിട്ടും യൂസ് ചെയ്യാറുണ്ട്. നൗണായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, വെർബായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതായത് എന്താ പറയുക, അടയാളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ്ങിൽ നമുക്ക് സൈൻ എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒപ്പിടുക, സൈൻ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സൈനിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുമ്പം സിഗ്നേച്ചർ, യെസ്. സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെർബാണ്, ഒപ്പിടുക എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ സൈൻ ചെയ്യുക, സൈൻ എന്ന് പറയുന്ന ഒരു വെർബ് യൂസ് ചെയ്യാറുണ്ട്. ഹി ആസ്ക്ഡ് മീ ടു സൈൻ ഇൻ ദ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്നോട് അവൻ ആ ഡോക്യുമെൻറ്റ്സിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ I signed all the documents he gave me. അവൻ എനിക്ക് തന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മീനിങ്ങിൽ നമ്മൾ സൈൻ എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യും. നൗൺ ആവുന്ന സമയത്ത് ഒരു അടയാളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിഹ്നം, അതും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ്ങിൽ നമുക്ക് സൈൻ എന്ന് പറയുന്ന ഒരു വേർഡ്, അതിൻ്റെ ഒരു സൂചന, അതിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു മോശമായ ഒരു കാര്യം നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്, വോട്ടെവർ, നല്ലതായാലും മോശമായാലും പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആ ഒരു കാര്യം നടക്കാൻ പോണതിൻ്റെ സൂചനയാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത് എന്ന് നമ്മൾ പറയാറില്ലേ. സോ ആ ഒരു മീനിങ്ങിൽ ഒരു സൂചന അല്ലെങ്കിൽ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു ലക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിൽ നമുക്ക് SIGN സൈൻ എന്നുള്ളത് നൗണായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു വോക്കൽ ലാംഗ്വേജിൽ, ഒരു സംസാരം, ഒരു കൊളോക്കിയലായ ലാംഗ്വേജിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒപ്പ്. നമ്മൾ ഈ ഒപ്പിനാണ് നമ്മൾ സിഗ്നേച്ചർ എന്ന് പറയാം. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ എന്താ പറയുക, ഒരു ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് സൈൻ. ഒപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു വോക്കൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എഴുതുമ്പോൾ, നമ്മൾ എഴുതണ സമയത്ത് ഡോക്യുമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പാരഗ്രാഫ്, എസ്സേസ്, നമ്മൾ എന്താണെങ്കിലും നമ്മൾ എഴുതുവാണെങ്കിൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒപ്പ് എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു യൂസ് ദ വേർഡ് സിഗ്നേച്ചർ. സംസാരിക്കുമ്പോൾ നമ്മൾ സിഗ്നേച്ചർ എന്ന് തന്നെ പറയണമെന്നില്ല, നമുക്ക് സൈൻ എന്ന് പറഞ്ഞാലും യെസ് നമുക്കത് മനസ്സിലാവും. പക്ഷേ എഴുതണ സമയത്തിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എഴുതുമ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് ദ വേർഡ് സിഗ്നേച്ചർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒപ്പ് എന്ന് പറയുന്ന വേർഡാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് സിഗ്നേച്ചർ എന്നാണ്. ഓക്കെ, അപ്പോൾ ദർ ആർ ക്ലിയർ സൈൻസ് ദാറ്റ് സംതിങ് അൺപ്ലസൻറ്റ് ഓർ അൺവെൽക്കം ഈസ് ഗോയിങ് ടു ഹാപ്പൻ.
പ്ലസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള, നമ്മളെ ഹാപ്പി ആക്കണ പോലെയാണ് പ്ലസൻറ്റ്. ഹെർ മൂഡ് വാസ് വെരി പ്ലസൻറ്റ്. അവളുടെ മൂഡ് ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടെൻഷനൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിലായിരുന്നു മൂഡ്. അല്ലെങ്കിൽ ദാറ്റ് വാസ് എ പ്ലസൻറ്റ് സോങ് അല്ലേ. അതെന്താണ്, ഒരു നല്ലൊരു സോങ്ങാണ്, നമുക്ക് ഒരു സൂതിങ് ആയ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയ ഒരു സന്തോഷം തന്നെ രീതിയിലുള്ള ഒരു സോങ്ങാണ്. അപ്പോൾ അങ്ങനെ പ്ലസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പി ആയ, ഒരു റിലാക്സ്ഡ് ആയ, നല്ലത്, ഓക്കെ, സംതിങ് വിച്ച് മേക്സ് അസ് ഹാപ്പി, നമുക്കൊരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു മനഃശാന്തി തരുന്ന എന്നുള്ള രീതിയിലുള്ളൊരു വേർഡാണ് പ്ലസൻറ്റ്. അപ്പോൾ അൺപ്ലസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, നമുക്ക് വിഷമം തരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശാന്തി നശിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് അൺപ്ലസൻറ്റ്. അൺവെൽക്കം എന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള, സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ. മനസ്സിലായോ? അൺവെൽക്കം. യെസ്, ഓക്കെ. ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ എന്താണ്, ക്ലിയർ ആയ സൂചനകളുണ്ട്. എന്തെങ്കിലും ഒരു സംഭവത്തിന് ക്ലിയർ ആയ ഒരു സൂചനയുണ്ട്, അതായത് ഒരു മോശമായ ഒരു കാര്യം നടക്കാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നടക്കാൻ പോവുകയാണെന്നുള്ള ക്ലിയർ ആയ ഒരു സൂചന ഉണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് ഫ്രേസ് യൂസ് ചെയ്യണം. ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അതിപ്പോൾ എന്തെങ്കിലും ഒരു മോശമായ ഒരു കാര്യം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വലിയ അസുഖം വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു എർത്ത് ക്വേക്ക് വരാൻ പോവാണ്, ഒരു ഭൂമി കുലുക്കം വരാൻ പോവാണ്, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെറ്റ് ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, യെസ്, അത് ഇപ്പോൾ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുരയ്ക്കും, ഒരുപാട് കുരയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പശു ആയാലും ഒരു നോർമലായ ബിഹേവിയർ വിട്ടിട്ട് വേറൊരു പ്രത്യേക രീതിയിലായിരിക്കും അത്തരം ആനിമൽസ് ബിഹേവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ വയസ്സായ ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങനെ ഒരു അപകടം നടക്കാൻ പോണതിൻ്റെ, എന്തോ ഒരു അപകടം നടക്കാൻ പോണതിൻ്റെ ഒരു സൂചനയാണെന്ന് പറയും അല്ലേ. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. ദിസ് ഈസ് ആക്ച്വലി ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ്, എന്തോ ഒരു നെഗറ്റീവായ ഒരു കാര്യം നടക്കാൻ പോവാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണെന്ന് പറയണം. ആ ഒരു എന്താ പറയുക, അത് അത്രയും എവിഡൻ്റ് ആണ്, അത് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആണ്, എന്തോ ഒരു മോശമായ കാര്യം ഉറപ്പായിട്ടും നടക്കാൻ പോവാണ് എന്ന് പറയണ മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. മനസ്സിലായി? അപ്പോൾ അങ്ങനെ മോശമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ വളർത്തു മൃഗങ്ങൾ ഭയങ്കര ഒരു നോർമൽ വിട്ടിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, യെസ്, അവിടെ ക്ലിയർ ആയ സൈൻസ് ഉണ്ട്, എന്തോ മോശമായ കാര്യം നടക്കാൻ പോവാണ്. സോ ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ, സംതിങ് ബാഡ് ഈസ് എന്താ പറയുക ഗോയിങ് ടു ഹാപ്പൻ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫ്രേസിൻ്റെ സിനണിംസ് നമ്മൾ നോക്കാം. അപ്പോൾ സിനണിംസ് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യണത് ഒരു സൂചന അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്നൊക്കെ പറയണ ആ ഒരു മീനിങ്ങിലുള്ള വേർഡ്സാണ്. നമുക്ക് സിഗ്നൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഓമൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സൈൻ അല്ലേ, സൂചന. സൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാം. ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡിക്കേഷൻ. ഓക്കെ. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വാർണിംഗ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതൊരു വാർണിംഗ് ആണല്ലേ. വാർണിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാം. ഫോർകാസ്റ്റ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാവി എന്താണെന്നുള്ളത് അറിയുക. അതാണ് നമ്മൾ ഫോർകാസ്റ്റ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. FORE, ഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ FORE, ഫോർ സി എന്ന് നമ്മൾ പറയാറുണ്ട്. നടക്കാൻ പോണ കാര്യം മുൻകൂട്ടി കാണുക. സോ മുൻ അല്ലെങ്കിൽ മുമ്പ്, നേരത്തെ എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് FORE എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യണം. ഫോർ വാർണിംഗ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഫോർ വാർണിംഗ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ നമ്മൾ അറിയുന്നതാണ് ഫോർ വാർണിംഗ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോർ ഷാഡോയിങ് എന്ന് പറയാം. ഫോർ ഷാഡോയിങ് എന്ന് പറയാം. ഓക്കെ. പിന്നെ നമുക്ക് എന്ത് പറയാം? പ്രിസജ് എന്ന് പറയാം. പ്രിസജ് എന്ന് പറയുമ്പോഴും മോശമായത് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? പ്രിസജ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യണം. ഓഗറി എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓഗറി എന്ന് പറയുമ്പോൾ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സൈൻ
എന്നൊക്കെ പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ ഓഗറി എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ്. നമുക്കറിയാം ഇതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ആൻറ്റണിംസ് ഒന്നും നമുക്കിതിന് പറയാനില്ല. കാരണം എന്തോ മോശമായ കാര്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ ഒരു കാര്യം നടക്കാൻ പോണതിൻ്റെ വ്യക്തമായ ഒരു സൂചന ഉണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര ക്ലിയർ ആണ് എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്നുള്ള ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യണം. എടുത്ത് പറയുന്ന രീതിയിലുള്ള ആൻറ്റണിംസ് ഒന്നും ഈ ഫ്രേസിനില്ല. അപ്പം നമുക്കിനി ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്ത് നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. നോക്കിക്കോളൂ. ഓക്കെ, ഞാനിവിടെ എഴുതാം. I haven't lost my job yet, but the writing is on the wall because the company again laid off some 50 employees more. ഓക്കെ, എന്താണ് ഞാൻ ഇതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. I haven't lost my job yet. അല്ല, ഇതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. പക്ഷേ എനിക്കത് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ അത് ക്ലിയർ ആയി അത് വ്യക്തമാണ്. എന്താണ്? ബിക്കോസ് ദ കമ്പനി അഗെയിൻ ലേഡ് ഓഫ് സം 50 employees more. 50 എംപ്ലോയീസിനെയും കൂടെ കമ്പനി ലേ ഓഫ് LAWOWF. ഇതൊരു ഫ്രേസൽ വെർബാണ്. ലേ ഓഫ് എന്നുള്ള ഈ ഒരു ഫ്രേസൽ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് LAID, ലേഡ് ഓഫ്. നമുക്കറിയാം ഫ്രേസൽ വെർബ്സിൻ്റെ പാസ്റ്റ് ടെൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, പാസ്റ്റ് ടെൻസ് ആയാലും പാസ്റ്റ് പാർട്ടിസിപ്പിളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണോ അത് നമ്മളാക്കും ലേഡ് ഓഫ്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണോ അത് നമ്മളാക്കും നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവശ്യമുള്ള സമയത്ത്. ഫ്രേസൽ വെർബ്സ് അതായത് നമ്മൾ വേർബായിട്ടാണ് അത്തരം ഫ്രേസൽ വെർബ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രേസൽ വെർബ്സിൻ്റെ ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മുടെ ഇനീഷ്യൽ സെഷൻസിൽ ഡെയിലി ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന ആ സെഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അത്തരം സെഷൻസ്. എക്സാമിനേഷൻസിൽ, ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾക്ക് ഈ പാർട്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇപ്പോൾ റെയിൽവേസ് ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് SSC ആയാലും, അല്ലെങ്കിൽ അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയാലും, PSC അല്ലെ കേരള PSC എക്സാമിനേഷൻ ആയാലും, ഇനി അതല്ല ഏത് സ്റ്റേറ്റ് ബോർഡിൻ്റെ ഏത് സ്റ്റേറ്റിൻ്റെ PSC എക്സാമിനേഷൻസ് ആയാലും നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മസ്റ്റായ ഒരു പേപ്പറാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആ പേപ്പേഴ്സ് ഇനിയിപ്പോൾ നിങ്ങൾ UPSCക്ക് വേണ്ടിയിട്ടല്ലേ, അതായത് IAS IPS ആ ഒരു റാങ്കിലുള്ള എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യെസ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പോൾ ലേ ഓഫ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനീസിലൊക്കെ എംപ്ലോയീസിനല്ലേ പിരിച്ചുവിടുക എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുക എന്ന് പറയുന്ന ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ലേ ഓഫ്. അപ്പോൾ 50 എംപ്ലോയീസിനെയും കൂടെ പിന്നെയും അവർ എന്ത് ചെയ്തു, അവർ ജോലിയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടു. സോ അപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് ക്ലിയർ ആണ്, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടത് എന്ത്, എൻ്റെ ജോലിയും താമസിയാതെ പോയി കിട്ടും എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം, ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവായ ഒരു കാര്യം നടക്കാൻ പോവുകയാണെന്നുള്ളൊരു വ്യക്തമായ ഒരു സൂചന നമുക്ക് അതിൽ നിന്ന് കിട്ടണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഏത് ഫ്രേസ്, ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്നുള്ള ഫ്രേസ്. മനസ്സിലായല്ലോ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫ്രേസ് ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. യെസ്. അപ്പോൾ നോളജ് ബൈറ്റിൻ്റെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു ഈ ഒരു സെഷൻ. അപ്പോൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനും നമ്മുടെ മറ്റേതൊരു സെഷനെ പോലെയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പതുക്കെ നമ്മൾ ഫ്രേസസും ഫ്രേസൽ വേർബ്സും വൺ വേർഡ്സൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ യെസ് വീൽ എക്സ്പ്ലെയിൻ ഇറ്റ് ദർ. അതർവൈസ് വീൽ ഡിസ്കസ് ദോസ് തിങ്സ് ഇൻ എനി ഓഫ് അവർ അപ്കമിങ് സെഷൻസിൽ. നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ്
ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്നുള്ളൊരു ഫ്രേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫ്രേസിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഡെപ്തിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണം, അത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ അവർ നിങ്ങളിലേക്ക് നോളജ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ശ്രമിക്കുന്നത്. കുറേയൊക്കെ അതിന് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സമയം പോലെ നിങ്ങളുടെ സജഷൻസ് എല്ലാം നമ്മൾ അണ്ടർ കൺസിഡറേഷനിൽ വെക്കും. ഫ്യൂച്ചറിൽ സമയം പോലെ നമുക്ക് എപ്പോഴാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണേ ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ കുറച്ച് പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട്, അതേപോലെ നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സക്സസ് ആയാൽ ലൈവ് സെഷൻസ് ആണ്, അതേപോലെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ലൈവ് എക്സാമിനേഷൻസ്, പിന്നെ ഓൺലൈൻ ലൈബ്രറീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. നോക്കാം, നമ്മുടെ ചാനലൊക്കെ ഇങ്ങനെ സക്സസ് ആയി കുറച്ചധികം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും റെഗുലറായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് പോർഷൻസും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരാം, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻസ് ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലും നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് നമുക്ക്, അതായത് ഒരു ബാലികേറ മലയായി കുറേ പേര് കാണുന്ന ഇത്തരം എക്സാമിനേഷൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇത് ഇത്ര എളുപ്പമായിരുന്നോ, ഇതിനാണോ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നെക്സ്റ്റ് നോളജ് ബൈറ്റിൻ്റെ സെഷനിൽ വേറൊരു വൺ വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ അല്ലെങ്കിൽ ഫ്രേസൽ വേർബോ അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.